നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വിചാരിക്കാത്ത നേരത്ത്, വിചാരിക്കാത്ത സ്ഥലത്ത് ഏത് വന്യജീവി ആക്രമിക്കും എന്ന ഭീതിയിൽ കഴിയേണ്ട ഗതികേടിലാണ് കേരളത്തിൽ വനവുമായി ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ഒരു കണക്ക് പ്രകാരം 2016 മുതൽ 2023 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ നടന്നത് ഏകദേശം 55,000-ഓളം വന്യജീവി ആക്രമണങ്ങളാണ്. ഈ വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെട്ടത് ഏകദേശം 909 പേർ, പരിക്കേറ്റത് ഏകദേശം 7,000-ഓളം പേർക്ക്. നിരവധി ജീവനുകൾ നഷ്ടമായിട്ടും നിരവധി കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടിട്ടും കോടിക്കണക്കിന് രൂപയുടെ കാർഷിക നാശം സംഭവിച്ചിട്ടും വനം വന്യജീവി നിയമത്തിന്റെ പേര് പറഞ്ഞ് മാളത്തിൽ ഒളിക്കുന്ന നമ്മുടെ ഭരണകൂടങ്ങളുടെ നിസ്സംഗത തന്നെയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ഒരു ശാപം എന്നത് പറയാതെ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിൽ നിന്നും ദാരുണമായ സംഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന അജീഷ് എന്ന മധ്യവയസ്കനെ കൊല ചെയ്ത ആന, ഒപ്പം തന്നെ വയനാട്ടിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. കാട്ടുപോത്തിന്റെ ആക്രമണങ്ങൾ, കടുവയുടെ ആക്രമണങ്ങൾ. മനുഷ്യ ജീവനേക്കാൾ മൃഗത്തിന് പ്രാധാന്യം നൽകുന്ന ഈ നിയമ പരിരക്ഷ, അതിനെ തിരുത്തുവാനുള്ള ഒരു ആർജവം എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടം കാണിക്കാത്തത്? ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നാടിനെ കാടാക്കി മാറ്റുവാനുള്ള ഗൂഢ അജണ്ട ആരുടേത്? ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ ആ പടമല പ്രദേശത്തു നിന്നുള്ള കർഷകനായ ശ്രീ ജ്യോതിഷ് KR. ഒപ്പം കർഷക സംഘടനയുടെ ചെയർമാൻ, സംസ്ഥാന ചെയർമാൻ ശ്രീ PM ജോയ്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അങ്ങയുടെ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന ആ ഒരു സീരീസിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ഒരു സന്ദേശം ഈ കാട്ടാനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അങ്ങ് നൽകുകയുണ്ടായി. പ്രത്യേകിച്ച് ദീപികയുടെയൊക്കെ ഒരു മുഖപ്രസംഗം ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പോലും ചർച്ചയായി മാറിയിരുന്നു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്. നമുക്ക് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് ഈ വനപ്രദേശത്ത് നിന്നും കിലോമീറ്ററുകൾ മാറി ജനവാസ മേഖലയിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം പടമലയിൽ ഈ കടുവ ഇറങ്ങിയ ആ ഒരു പ്രദേശത്തിന്റെ ദൃശ്യങ്ങളൊക്കെ ഷെക്കേന അവിടുന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് നടത്തിയപ്പോൾ കൃത്യമായി വ്യക്തമായതാണ്. അതായത് ജനവാസ മേഖല, ദേവാലയത്തിനടുത്ത് ജനവാസ മേഖല, ജനങ്ങൾ കടന്നു പോകുന്ന വഴി, അവിടെയാണ് ഈ കടുവ വരുന്നത്. ഒപ്പം തന്നെ ഈ കാട്ടാന നമുക്കറിയാം അതിദാരുണമായിട്ടുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ നമുക്കറിയാം. ഒരു വീടിന്റെ മുറ്റത്തേക്ക്, ഇടുങ്ങിയ പടവുകൾ കയറി വീടിന്റെ മുറ്റത്തേക്ക് ഓടിക്കേറിയാണ് ആ മൊഴയാന ആ അജീഷ് എന്ന മധ്യവയസ്കനെ കൊന്ന് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയത്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതാണ്. നമ്മുടെ ഈ വനപ്രദേശവുമായി അതിർത്തി പങ്കിടുന്ന ആ മേഖലകൾ, അതിനെ കൂടി വനമാക്കി മാറ്റുവാനുള്ള, അതായത് ഈ വന്യജീവി ആക്രമണങ്ങൾ ഒരു സ്ഥിരം സംഭവമാക്കുന്നു. അങ്ങനെ ഈ പ്രദേശം കൂടി ഒരു വനമാക്കി മാറ്റി അവിടെ നിന്നും മനുഷ്യനെ കുടിയിറക്കി വനവിസ്തൃതി കൂട്ടുവാനുള്ള അജണ്ട ആരൊക്കെയോ നടപ്പാക്കുന്നു. ഇതിന്റെ പിന്നിൽ ആരാണ് ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI? നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ഒരു യുവ കർഷകൻ, അജീഷ് എന്ന് പറയുന്ന യുവ കർഷകൻ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് കേരളം ഈ വന്യജീവി ആക്രമണത്തിന്റെ ആ ഭീകരത മനസ്സിലാക്കിയത്. നമുക്കറിയാം 2016 തൊട്ട് 2023 വരെ 909 മനുഷ്യജീവനുകൾ വന്യജീവികൾ കവർന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ അജീഷ് എന്ന് പറയുന്ന ആ യുവ കർഷകൻ കൊല്ലപ്പെട്ടതിന്റെ ഭീകര ദൃശ്യങ്ങൾ CCTV ക്യാമറ ഒപ്പിയെടുത്ത് കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ വെച്ചു കൊടുത്തപ്പോഴാണ് ഇതിന്റെ ഈ ഭീകരത ഇത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. നോക്ക്, അജീഷിന് മുമ്പ് 908 മനുഷ്യജീവനുകൾ നമ്മുടെ വന്യമൃഗങ്ങൾ കവർന്നെടുത്തിട്ട് പോയി. പക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ അജീഷ് കൊല്ലപ്പെട്ടതിനേക്കാൾ അതിദാരുണമായ വിധം വന്യമൃഗങ്ങളെ കൊല്ലപ്പെട്ട 100 കണക്കിന് കർഷകര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒരു CCTV ക്യാമറ അതൊന്നും ഒപ്പിയെടുക്കാനായിട്ട് അന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലാപം ആനത്താര
അല്ലെങ്കിൽ ആനകളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു കയറുന്നത് കൊണ്ടാണ് ഈ ആനയാക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പരിസ്ഥിതിവാദികളുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇപ്പൊ വാസ്തവത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വനം വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 2017 വനം വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 2017 തൊട്ട് 2000 ഇതുവരെയുള്ള കാലഘട്ടത്തിൽ 835 സ്ക്വയർ കിലോമീറ്റർ വനഭൂമി നമ്മുടെ കേരളത്തിൽ കൂടിയിട്ടുണ്ട് എന്ന് തന്നെ വനം വകുപ്പിന് തന്നെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അത് മാത്രമല്ല, കേരളത്തില് 30% വനവും അതുപോലെ തന്നെ 54% ട്രീ കവറേജ്, അതായത് നെല്ലിന്റെ ഒരു സ്വാധീനം കൂടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചു കാലമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഇതാണ്: വനം വളരുകയും കർഷകൻ ചുരുങ്ങുകയും കർഷകന്റെ കൃഷിഭൂമി ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിന് നമ്മുടെ കേരള സമൂഹം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ കേരളത്തിലെ ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങള് കാർബൺ അമിതമായിട്ട് എമിറ്റ് ചെയ്യുമ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം കേരളത്തിലെ കർഷകന്റെ തലയിലേക്ക് ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്ന് ചില ഫണ്ടുകളൊക്കെ കൈപ്പറ്റുന്ന ചില ഏജൻസികളൊക്കെ അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചുരുക്കി ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട കർഷകരാണ് ഈ ആഗോള കാർബൺ എമിഷന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനൊരു പരിഹാര ക്രിയ ചെയ്യേണ്ടത് എന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ കർഷകന് അവരുടെ ജീവൻ വരെ ബലി കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കണക്ക് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, 2016 വെറും 142 ആളുകളാണ് മരണപ്പെട്ടത്. 2017 ആയപ്പോഴേക്കും അത് 110 ആയി, 2018 ആയപ്പോഴേക്കും 134 ആയി, പിന്നെ 2023 85, 2022 ആയപ്പോഴേക്കും 111. അങ്ങനെ 909ഓളം മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വനം എന്ന് പറയുന്നത് വനത്തിന്റെ ആ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇപ്പം കേരളത്തില് ശരി പറയുന്നത്, ഒരു ആനയ്ക്ക് വനത്തില് അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ട് ഒരു 5 കിലോമീറ്റർ തൊട്ട് 10 കിലോമീറ്റർ വരെ ഒരു ഏരിയ ആവശ്യമാണ്. പക്ഷെ കേരളത്തില് അതുള്ളത് വെറും 1.70 കിലോമീറ്റർ മാത്രമേ ആനയ്ക്ക് വിസ്തൃതിയുള്ളൂ. ഇപ്പോൾ കണക്കുകൾ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 3500ഓളം ആനകള് നമ്മുടെ കേരളത്തിലെ വനത്തിന് അധികപ്പറ്റാണെന്നാണ് പറയുന്നത്. ഇപ്പോ നമുക്ക് സർക്കാരിന്റെ കണക്കനുസരിച്ച് 9679 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയാണ് നമുക്കുള്ളത്. അപ്പൊ കണക്കനുസരിച്ച് ഈ 9679 വനഭൂമിയിൽ ഏതാണ്ട് 968 ആനകൾക്ക് മാത്രമേ വസിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉള്ളൂ. അപ്പൊ ഏതാണ്ട് 3000-ലധികം ആനകൾ അധികപ്പറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആനകൾ അധികപ്പറ്റാവുമ്പോഴേക്കും വനത്തിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുമ്പോഴേക്കും വനം വിട്ട് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുന്നു. പിന്നെ കൃഷിഭൂമി വികസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കർഷകനെ പ്രതികൂട്ടിലാക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആനകൾ വസിക്കുന്ന ആസാമിൽ പോലും ഒരു 3.5% ആനകളുടെ ഈ വർധനവ് ഉണ്ടായിട്ടുള്ളൂ. അതേസമയം കേരളത്തിലായിക്കോട്ടെ, ഞാൻ കണക്ക് വായിക്കാം. ആസാമില് 5524 ആനകൾ ഉണ്ടായിരുന്നത് 93 തൊട്ട് 2017 വരെ 5719 ആനകളാണ് വന്നിരിക്കുന്നത്. അതായത് 3.5% മാത്രമേ ആനകളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലാണ് അത് 19% വർധനവ്, കർണാടകത്തില് 10% വർധനവ്, കേരളത്തിൽ 63% 1993 തൊട്ട് 2017 വരെയുള്ള കാലഘട്ടത്തിലെ ആനകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആനകള് ഇങ്ങനെ പെറ്റുപെരുകുമ്പോൾ, ആനകള് വനം വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ കർഷകനെ പ്രതിക്കൂട്ടി നിർത്തുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ഈ ആനകളെ പെറ്റുപെരുകുന്നതിന്റെ പേരിൽ വനം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് എന്ന് ഒരു മുട്ടായുക്തി പറഞ്ഞുകൊണ്ട് കർഷകനെ പ്രതിക്കൂട്ടി നിർത്തുന്നത് ഇപ്പൊ നമ്മുടെ പൊതുസമൂഹം കാണുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ആഗോളതാപനത്തിന്റെയും കാർബൺ എമിഷന്റെയും ഒക്കെ പരിഹാര ക്രിയകൾ ചെയ്യേണ്ട ഒരു മനുഷ്യ സമൂഹമായിട്ട് കേരളത്തിലെ കർഷക സമൂഹം ഇങ്ങനെ അധപതിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ആ ഒരു പ്രതികൂട്ടി നിർത്തുന്ന ഒരു അവസ്ഥ വിശേഷമാണ് കണ്ടത്. ഫാദർ ജോൺസൺ പാലപ്പിൾ, എന്റെ ചോദ്യം ഇതാണ്: ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭരണ സംവിധാനങ്ങൾ, ഏത് സർക്കാരായിക്കോട്ടെ, അവർ കൈ കഴുകുന്നത്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ ജനപ്രതിനിധികൾ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നിയമങ്ങളൊന്ന് പൊളിച്ചെഴുതാൻ പലർക്കും ഒരു മടി? ഇരു സർക്കാർ
ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന ഒരു രീതി. ഈ മൃഗങ്ങൾക്ക് ഏതായാലും വോട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും. പക്ഷേ ഈ വോട്ടുള്ള മനുഷ്യന്റെ ജീവനുകൾ മൃഗങ്ങളിൽ എടുക്കുമ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ പൊളിച്ചെഴുതാൻ ഈ മനുഷ്യർ എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു? ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA. നമ്മളത് അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കങ്കാരുവാണ്. കങ്കാരു ഒരു പരിധിവരെ പെറ്റുപിരികിയപ്പോൾ കങ്കാരുവിനെ വെടിവെച്ച് കൊല്ലുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കർഷകർക്ക് ഉൾപ്പെടെ ഈ ഓസ്ട്രേലിയ ഗവൺമെന്റ് കൊടുത്തു എന്ന് നമ്മൾ അറിയണം. ഇപ്പം ഭാരതം ഒഴിച്ച് മറ്റു പല വിദേശ രാജ്യങ്ങളിലും വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് പെരുകുമ്പോൾ അതിനെ കൊന്നൊടുക്കുവാനായിട്ടുള്ള ഒരു നിയമ സംവിധാനം അവിടെയുണ്ട്. ഭാരതത്തിൽ മാത്രം അതിനുള്ള യാതൊരു നിയമ സംവിധാനം ഇല്ല എന്ന് മാത്രമല്ല, ഉള്ള നിയമ സംവിധാനം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്നത് തന്നെ വന്യജീവി സംരക്ഷണത്തിലെ 11(1) വകുപ്പ് പ്രകാരം ഏതെങ്കിലും വന്യജീവി മനുഷ്യന് അപകടകാരിയാണ് എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ബോധ്യപ്പെട്ടാൽ എഴുതി തയ്യാറാക്കപ്പെട്ട കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം ഉപദ്രവകാരികളായ വന്യജീവികളെ വേട്ടയാടാൻ ആരെ വേണമെങ്കിലും ചുമതലപ്പെടുത്താം എന്നുള്ളതാണ്. അത് മാത്രമല്ല, അപകടകാരികളായ വന്യജീവികൾ നാട്ടിലിറങ്ങിയാൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 133 കളക്ടർക്ക് പൊളിച്ചെഴുതേണ്ട കാര്യമില്ല. ഈ ഉള്ള നിയമം തന്നെ അതൊന്ന് പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മുടെ ഭരണാധികാരികൾ മടിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി. നമുക്കറിയാം, കേരളത്തില് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ വസിക്കുന്ന ജനങ്ങളുടെ എണ്ണം 835 ആണ്. അത്രമാത്രം ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ്. കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ കാനഡയില് 1 കിലോമീറ്ററിൽ 5 ആൾക്കാർ മാത്രം വസിക്കുമ്പോൾ കേരളത്തിൽ 835 ആൾക്കാർ വസിക്കുന്നു. ഇത്രമാത്രം ജനവാസമുള്ള ഒരു മേഖലയില് കാട്ടാനകളുടെ എണ്ണം ഇങ്ങനെ പെരുകുമ്പോൾ, കാട്ടാനകളെ മാത്രമല്ല, അത് കാട്ടുപന്നി ആയിക്കോട്ടെ മറ്റേത് മൃഗങ്ങളായിക്കോട്ടെ, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാനായിട്ട് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ജനപ്രതിനിധികൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കർഷകന്റെയും ജീവിതം, അവരുടെ ജീവൻ കാട്ടുമൃഗങ്ങൾ കവർന്നെടുക്കുമ്പോൾ അവിടെ നിർനിമേഷമായിട്ട് നോക്കി നിൽക്കുകയാണ്. ഈ നാട്ടില്, നമ്മുടെ ഈ കേരളത്തില് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഭരണാധികാരിക്ക് ധൈര്യമുണ്ടോ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അജീഷ് എന്ന് പറയുന്ന കൊല്ലപ്പെട്ട കർഷകൻ ഇനി ഒരു കർഷകനും കേരളത്തിൽ അജീഷിനെ പോലെ കൊല്ലപ്പെടില്ല എന്ന് തന്റെ അടുത്തുകൂടി പറയാനായിട്ട് ഒരു ആർജവം കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടോ? അതുമല്ല എങ്കിൽ ഇനി ഏതെങ്കിലും ഒരു കർഷകൻ ഏതെങ്കിലും വന്യമൃഗത്താൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വന്യമൃഗം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറയാനായിട്ട് ഒരു ആർജവം നമ്മുടെ ഏതെങ്കിലും രാഷ്ട്ര ഭരണാധികാരികൾക്കുണ്ടോ? ഈ ആനയുടെ കാര്യം തന്നെ എടുക്കുക. ആന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആനകളുടെ എണ്ണം പെരുകുന്നതിനെ കണക്ക് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതിനെ 3378 ആനകളുടെ അധികപ്പറ്റ് നമ്മുടെ വനത്തില് ഉണ്ട്. എന്നിട്ടും ഈ ആനകള് പെറ്റുപെരുകി മനുഷ്യനും സ്വത്തിനും കാർഷിക വിഭവങ്ങൾക്കും ഒക്കെ ഭീഷണി ഉയർത്തുമ്പോൾ, പൊതുജനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വയം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ, പൊതുജനത്തിന്റെ വോട്ട് കിട്ടി അധികാരത്തിലേറിയ ജനപ്രതിനിധികൾ നമ്മുടെ കർഷകരുടെ മരണം കണ്ട് നിസ്സംഗരായിട്ട് നോക്കി നിൽക്കുമ്പോൾ കേരള കർഷകനെ വലിയൊരു അപകടാവസ്ഥയിലാണ് നീക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ശ്രീ ജ്യോതിഷ് കെയർ, ഇപ്പോൾ വളരെയധികം പൊതു ശ്രദ്ധ കിട്ടുന്ന ഒരു ജില്ലയാണ് വയനാട്. കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷ് വയനാടിന്റെയും കേരളത്തിന്റെയും ഒരു നൊമ്പരമായി മാറുന്നു. മാസങ്ങൾക്ക് മുമ്പാണ് സ്വന്തം കൃഷിയിടത്തിൽ കടുവ കടിച്ച കർഷകനും കേരളത്തിന്റെ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു. എന്താണ് വയനാടിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി? നമുക്കറിയാം, ഈ സർക്കാർ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ നിന്നും വയനാട്ടിലേക്കും ഇടുക്കിയിലേക്കും ഒക്കെ കുടിയേറി പാർത്തവർ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഒരു നട്ടെല്ലായി തന്നെ തീർന്ന ഒരു കാലഘട്ടം. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഈ വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ ഇന്ന് വയനാട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലർ കർഷകരെ അവർ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഒക്കെ ചിലരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതായത് മൃഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിളകൾ കർഷകർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വനമേഖലയ്ക്കടുത്ത് ഈ മാലിന്യങ്ങൾ തള്ളുന്നത് കൊണ്ടാണ് ഈ വന്യമൃഗങ്ങളൊക്കെ വരുന്നത്. എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വയനാട്ടിൽ സംഭവിക്കുന്നത്? അതിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഒരു കർഷകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു, ശ്രീ ജ്യോതിഷ്? അപ്പൊ നമ്മളിപ്പോൾ ഈ ബേലൂർ മഖന എന്ന് പറയുന്ന ഈ ആനയെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്, ഓപ്പറേഷൻ ഡാട്ട് ചെയ്യാനുള്ള, അതായത് മയക്കുവെടി വെക്കാനുള്ള. ഇതിന് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരിക്കലും ഒരു മനുഷ്യന് നിലത്തോടെ നടന്നുകൊണ്ട് ഇതിനെ ഈ വനമേഖലയിൽ വെച്ച് ഒരിക്കലും ഡാട്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ മയക്കുവെടി വെക്കാൻ കഴിയില്ല.
ആദ്യം ഞങ്ങൾ ഇതിനെ കുറിച്ച് വനം വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിനു വേണ്ടിയുള്ള പ്രപ്പോസൽ ഞങ്ങൾ ആദ്യം തന്നെ ഗവൺമെന്റിന്റെ, പക്ഷേ ഗവൺമെന്റ് കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഓപ്പറേഷൻ നമ്മൾ നാഷണൽ മീഡിയാസിൽ, അതായത് ഇന്റർനാഷണൽ മീഡിയാസിൽ, നാഷണൽ ജിയോഗ്രാഫിക്, വൈൽഡ് ലൈഫ് ഇങ്ങനെയുള്ള ചാനലുകൾ കാണുന്നതാണ്. വനപ്രദേശങ്ങളിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആനയെ ഡാറ്റ് ചെയ്യാൻ ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഈ വനമേഖലയിൽ ഏറ്റവും പോസിബിൾ ആയ, ഏറ്റവും സിമ്പിൾ ആയ, 1 ഡേ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷൻ ആയിരുന്നു ഇത്. പക്ഷേ ഇത് നമ്മുടെ ഒരു മന്ത്രിക്ക് ഒരു അസുഖം വന്നാലോ, അല്ലെങ്കിൽ ഒരു എമർജൻസി, മന്ത്രിപുത്രനോ മന്ത്രിപുത്രിക്കോ ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഉപയോഗിക്കില്ല എന്ന് തീർത്തു നിശ്ചയിച്ച പോലെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഉപയോഗിക്കില്ലാത്തത്? കാരണം ഈ ഡ്യൂറേഷനിൽ ഏകദേശം ഒരു 5-6 ദിവസമായി ഈ ഡ്യൂറേഷനിൽ വരുന്ന ഈ എക്സ്പെൻസ് ഒരിക്കലും കാൽക്കുലേഷൻ നടത്തില്ല. കണക്കിൽപ്പെടാത്ത സംഖ്യയാണ് എഴുതി തള്ളുന്നത് ഈ പൈസയിൽ. ഈ ചെലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചാൽ വ്യക്തമായ ഒരു കണക്കും കിട്ടൂല. ബേലൂർ മഖ്ന ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എത്ര ചെലവുണ്ട് എന്ന് നമ്മളൊരു വിവരാവകാശം കൊടുത്താൽ വ്യക്തമായി മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേ സംഭവം തന്നെയായിരുന്നു നമ്മൾ കുറുക്കമ്പുഴക്കടുവയിലും നമ്മൾ കണ്ടത്. ഒരു കാരണവശാലും ചെയ്യില്ല എന്ന് തീർത്തു വിശ്വസിച്ചിരിക്കുകയാണ്. ഈ ആന കടന്നു വന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 10-ാം തീയതി വെളുപ്പിന് ഏകദേശം 1:30 മണിയോടുകൂടി മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ കയറിയ ആന അജിയേട്ടനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് വരെ ആനയെ നേരിൽ കാണാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. എത്ര ദാരുണമായ സംഭവമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആനയുടെ സിഗ്നൽ കിട്ടുന്നുണ്ട്, 2 മണിക്കൂർ ഇടവിട്ട് ലൊക്കേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ആന എങ്ങനത്തെ ആനയാണെന്നോ അതിന്റെ ആക്രമണ സ്വഭാവം എന്താണെന്നോ വനം വകുപ്പിലെ കീഴ് ഉദ്യോഗസ്ഥർക്ക് അറിയാൻ സാധിച്ചില്ല. അതിന് കാരണം എന്താണ്? ഉന്നത ഉദ്യോഗസ്ഥർ കർണാടക സർക്കാരുമായി, കർണാടക വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ അതിർത്തി കടന്നെത്തിയ ആനയെ കുറിച്ച് അറിയാനോ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനോ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. നമ്മുടെ DFO പോലും ഈ ആന ആക്രമിച്ച ആള് മരണപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആന ഈ സ്ഥലത്ത് എത്തിയെന്ന് DFO അറിയുന്നത്. എറണാകുളത്ത് മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. തിരിച്ച് 3 മണിക്ക് വയനാട്ടിലെത്തിയ അദ്ദേഹത്തെ പൊതുജനവുമായി ബന്ധപ്പെടാനോ രംഗത്ത് വരാനോ ഈ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ ഗവൺമെന്റ് ആകട്ടെ അനുവദിച്ചിട്ടില്ല. അദ്ദേഹത്തെ 2 ദിവസത്തോളം ഒളിപ്പിച്ചു വെച്ചു. പുറത്തിറങ്ങിയാൽ ആക്രമിക്കുമെന്നുള്ള ഭയം കൊണ്ട്. എന്നിട്ട് നഷ്ടപരിഹാര തുകയുമായി എത്തിയ DFOയോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ഭയവും ഗവൺമെന്റിന്റെ നിർദ്ദേശവുമായിരുന്നു ഞാൻ പുറത്തിറങ്ങാതിരുന്നത്. എന്തുകൊണ്ടാണ്? ജനമധ്യത്തിൽ ഇറങ്ങി ജനത്തോടൊപ്പം നിന്ന് ഈ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കേണ്ട ഒരു DFO ഒളിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിന്റെ നയം വ്യക്തമാണ്. ഒരു കാരണവശാലും സമയത്ത് ഇടപെടില്ല, കൃത്യമായിട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചുറച്ചു പോലുള്ള പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മള് ഈ അവസാനമായി പറയുകയാണ്, നമ്മുടെ കൂടൽക്കടവ് ഒരു ഫെൻസിങ് പ്രൊജക്ട് ഉണ്ട്. 2016-17 ഉണ്ടാക്കിയ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം കൂടൽക്കടവ് മുതൽ ഏകദേശം 4 ചില്ലറ കിലോമീറ്റർ വരുന്ന പാൽവെളിച്ചം കവിക്കൽ വരെയുള്ള ഒരു റോപ്പ് ഫെൻസിങ് ആയിരുന്നു. തുടക്കകാലത്തിൽ അതിന്റെ നമ്മുടെ 2018 പ്രളയത്തിന് മുമ്പായിരുന്നു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് 2018 പ്രളയം തുടങ്ങുന്നതിന് മുമ്പായി പ്രാരംഭ നടപടികൾ ചെയ്തിരുന്നുവെങ്കിലും ഭൂമിയുടെ ഘടന ആ പ്രളയത്തോടുകൂടി 2018-19 പ്രളയത്തോടുകൂടി ഭൂമിയുടെ ഘടന മൊത്തം മാറിയതിനാൽ വീണ്ടും റിവൈസ് എസ്റ്റിമേറ്റ് ആകുകയും 2023 ഒക്ടോബറോടുകൂടി ഈ പ്രൊജക്ട്, ഈ വർക്കിന്റെ കാൽനാട്ടിൽ കർമ്മം പൂർത്തിയാക്കി. പക്ഷേ 2023 നവംബറിൽ അതിന്റെ ടെൻഡർ വർക്ക് കാലാവധി അവസാനിക്കുകയായിരുന്നു. അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ടർ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ നോർത്ത് വയനാട് DFO ഒപ്പിടാൻ തയ്യാറല്ല. ഈ പണി തുടർന്നോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ടെൻഡർ എക്സ്റ്റൻഷൻ ഓർഡർ ഒപ്പിടാൻ തയ്യാറില്ലാത്തത് കൊണ്ട് 2.5 കോടി രൂപയോളം ഒരു കോൺട്രാക്ടർ ചെലവഴിച്ചിട്ട് അദ്ദേഹത്തിന് 1 രൂപ പോലും നൽകാതെ ഇതേ നവംബറിൽ സമർപ്പിച്ചിട്ടുള്ള പാർട്ട് ബില്ല്, 1 കോടി രൂപയുടെ പാർട്ട് ബില്ല് ഒപ്പിടാനോ പാസ്സാക്കാനോ വനം വകുപ്പ് തയ്യാറായില്ല. അതിനുശേഷം ഇത് KFC, കേരള ഫിനാൻസ് കോർപ്പറേഷൻ 3,60,00,000 രൂപ ലോൺ നൽകാമെന്ന് ഉറപ്പിലാണ് ഈ വർക്ക് തുടങ്ങിയിരിക്കുന്നത്. മൂന്നാമത്തെ ലാസ്റ്റ് ഗഡു, അതായത് ഈ റോപ്പ് വാങ്ങുന്നതിനുള്ള ഒരു 80-90 ലക്ഷത്തിനിടയിലുള്ള ഒരു എമൗണ്ട് റോപ്പ് വാങ്ങുന്നതിലേക്ക് മാത്രം ആവശ്യമാണ്. അതിന് ലോൺ പാസ്സാക്കാൻ ഈ KFC തയ്യാറാവുന്നില്ല. കാരണം ഈ ടെൻഡർ നിലവിൽ കാലാവധി അവസാനിച്ചതാണെന്ന കാരണം മൂലം. അജിയേട്ടന്റെ നഷ്ടപരിഹാര തുകയുമായി എത്തിയപ്പോൾ ഞങ്ങൾ ഈ കാര്യം DFOയോട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നു. എന്തായാലും റോപ്പ് എത്തിയിട്ടുമില്ല, നമ്മൾ പണി തുടങ്ങിയിട്ടില്ല. 1 മാസക്കാലം കൊണ്ട് പൂർത്തിയാക്കേണ്ട ആ പണിയെയാണ് 4 മാസം ഡിലേ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വനം വകുപ്പിന്റെ ഒരാവശ്യത്തിനും നീക്കി വെച്ചിട്ടുള്ള ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാൻ തയ്യാറല്ല.
നമുക്ക് നഷ്ടപരിഹാര തുകയാണേലും വിളനാശത്തിന്റെ തുകയാണേലും എന്താണേലും സമയമായി ചിലവാക്കാൻ വനംവകുപ്പിന്റെ ഏതോ ഒരു വിഭാഗം, ഏത് വിഭാഗമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ സർക്കാരായിരിക്കാം, വനംവകുപ്പായിരിക്കാം, പൈസ ചിലവാക്കി ഈ കാര്യങ്ങൾ സുതാര്യമായി കൊണ്ടുപോകാൻ തയ്യാറല്ല. ശ്രീ ജോയ്, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പം ഈ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ പോലീസ് ജീവനക്കാർ അവരുടെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തിയാൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള വകുപ്പ് നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ കർഷകരുടെ ഒരു കൃത്യ നിർവഹണം എന്ന് പറയുന്നത് ഈ കൃഷിയാണ്, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ വനവുമായി ബന്ധപ്പെട്ട അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ജീവിക്കുന്ന കൃഷിക്കാർ അവരുടെ കൃഷി ഭൂമിയിൽ അവർ ചെയ്യുന്ന ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ഈ തടസ്സപ്പെടുത്തുന്ന ഈ വന്യജീവി ആക്രമണങ്ങൾ, അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അതിനെ പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ നമ്മുടെ നിയമത്തിൽ പലപ്പോഴും പല ലൂപ്പ് ഹോൾസും ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പുകൾ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഈ വന്യജീവി ആക്രമണങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ലഭിക്കുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമുക്കറിയാം ഈ അടുത്ത നാളുകളിലാണ് ഈ നമ്മുടെ കേരളത്തിൽ തന്നെ മിടുക്കിയായിട്ടുള്ളൊരു ഡോക്ടർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഒരു ക്രിമിനൽ ആക്രമിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിന്റെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ജോലി മേഖലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഓർഡിനൻസ് ഒക്കെ വന്നിരുന്നു. വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ കർഷകരും അവരുടെ ഔദ്യോഗികമായ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമാനമായ രീതിയിൽ കർഷകരെ ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള ഒരു നിയമം അത് പ്രാബല്യത്തിൽ വരുത്തേണ്ട ഒരു കാലം അതിക്രമിച്ചില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒപ്പം തന്നെ ഈ കർഷകർ സംഘടിതരല്ല. അങ്ങനെ ഒരു കർഷക സംഘടനയുടെ ഒരു പ്രതിനിധി തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും കർഷകർ ചിതറിക്കിടക്കുന്നു, സംഘടിതരല്ല. അതും ഒരു ഫാക്ടറാണോ ഈ കർഷകരുടെ ആവശ്യങ്ങളോട് ഈ മുഖം തിരിക്കുന്നതിൽ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ശ്രീ ജോയ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ച പോലെ കർഷകർ സംഘടിതരല്ല. നമ്മുടെ വനത്തിന്റെ ഓരത്തിൽ താമസിക്കുന്ന കർഷകരൊക്കെ തന്നെ അവർ കൃഷിയിടം വിട്ട് ഗ്രാമങ്ങൾ വിട്ടിട്ട് നഗരപ്രദേശങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വനോരത്തിൽ താമസിക്കുന്നവരും മാറിക്കോട്ടെ എന്നാണ് വനം വകുപ്പ് ആഗ്രഹിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ നയം. ഇപ്പൊ വയനാടിനെ സംബന്ധിച്ച് നേരത്തെ ഫാദർ സൂചിപ്പിച്ചു, സംസ്ഥാന ശരാശരിയേക്കാളും 30% ഏതാണ്ട് ഇപ്പോൾ 42, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 47% വനത്തിന്റെ അധിഷ്ഠിതയിൽ ആയി വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാണ്ട് 47% അത് വരുമ്പോൾ ഇവിടെ എസ്റ്റേറ്റ് മേഖലയും കൂടെ ഉള്ളതാണ്. വയനാട് എല്ലാം കൂടി കണക്കിലെടുത്ത് കഴിയുമ്പോൾ 47 ഈ പറയുന്ന 30 കൂടെ വരുമ്പോൾ ബാക്കി വരുന്ന 15% മാത്രമേ വയനാട്ടിൽ ജനങ്ങൾ അധിവസിക്കുന്നുള്ളൂ. 8.5 ലക്ഷം ജനങ്ങൾ മാത്രമേ വയനാട്ടിലുള്ളൂ, ചെറിയൊരു ജില്ല. ഇവിടുത്തെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേന്ദ്ര തലത്തിലുള്ളവരും സംസ്ഥാന തലത്തിലുള്ളവരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗോള തലത്തിലുള്ളവരും വയനാടിനെ ആസ്വദിക്കുന്നതിന് വേണ്ടി വയനാടിന്റെ കാലാവസ്ഥയും വന്യമൃഗങ്ങളുടെ വികാര കേന്ദ്രവുമായി വയനാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി ആളുകളാണ് ഇന്ത്യയുടെ വെളിയിൽ നിന്നും ഇന്ത്യക്കകത്തു നിന്നും വരുന്നത്. അതൊക്കെ വന്നോട്ടെ, തർക്കമില്ല. ഒരു ടൂറിസം മേഖല അതിൽ പരിരക്ഷ തരുന്നതിന് വേണ്ടിയിട്ട് അധികാരികൾക്ക് സാധിക്കുന്നില്ല. ഖേദകരമായ കാര്യമാണ്. ഇപ്പൊ എന്താ വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അക്കേഷ്യ എന്ന് പറയുന്ന മരം മുറിച്ചു മാറ്റിയ, സെന്ന എന്ന് പറയുന്ന മരം ഈ വനത്തിന്റെ ഓരത്തിൽ വനത്തിൽ വെച്ചിരിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയ ആരാ? കർഷകരാ വെച്ചത്. അവർ തന്നെ വനം വകുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച ആ മരം കാട് ഭീഷണിയാണ്, മൃഗ ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ ഇപ്പോഴത്തെ മുറിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയയാണെന്ന് വനം വകുപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് വനത്തിനുള്ളിൽ അവരുടെ ആവാസത്തിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ ജലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഇവരൊക്കെ പലതും വെച്ചുപിടിപ്പിക്കുന്നുണ്ടല്ലോ. ആനയ്ക്ക് ചക്കയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. ആ മഴക്കാലത്ത് എപ്പോഴാണ് ചക്കക്കുരു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ചക്കക്കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കാലാവസ്ഥ അനുയോജ്യമായ സ്ഥലത്ത് എന്താണ് ചക്കമരം വളർന്നു വരും. അവിടെയൊക്കെ വെച്ചിരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണവും ഒക്കെ വെച്ചു കൊടുത്തുകൂടെ? പക്ഷെ ഫോറസ്റ്റുകാർ ചെയ്യില്ല. അവിടെ പോലെ ഇതിന്റെ പിന്നിലുള്ള
വർദ്ധിപ്പിക്കുക. സംസ്ഥാന ശരാശരി ആകെ 15%. നേരത്തെ സൂചിപ്പിച്ചു അവിടെ ഉണ്ടായത് അജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു ആനയുടെ ആക്രമണത്തിൽ. അത് കഴിഞ്ഞപ്പോഴാണ് 2 ദിവസം പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീയുടെ നേരെ കടുവ ചാടി വീഴുന്നത്. സുൽത്താൻ ബത്തേരി ഒരു കൂട്ടം കാട്ടുപോത്തുകളിനെ സഞ്ചരിക്കുക. നമ്മൾ വിചാരിക്കുക ഇതെന്താ മറ്റേ ജാഥ പോവുകയാണ്. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർക്ക് പോകുന്ന പാതയുണ്ട്, പഴൂര് പാട്ടവേൽ വഴി. രാത്രിയായ ഒരു 6-7 മണി കഴിഞ്ഞ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. അത് അടുത്ത് അതിർത്തിയും കൂടെ പങ്കിടുന്ന മേഖലയാണ്. അവിടെ എന്താണ്, കർഷകനെ ദ്രോഹിക്കുന്ന വിധത്തില് വന്യമൃഗങ്ങളെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ വിഗ്രഹം സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണാൻ കഴിയുന്നത്, ഈ മൃഗങ്ങളെ ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ, കർണാടകയിൽ നിന്ന് ഉപദ്രവകാരികളായിട്ടുള്ള മനുഷ്യനെ കൊന്നിട്ടുള്ള ഈ ആനകളെ പിടിച്ച് ഈ ബന്ദിപ്പൂർ വനമേഖല പറഞ്ഞത്. മൂലകള്ള എന്ന് പറയുന്നത് നമ്മുടെ മുത്തങ്ങ വഴി അങ്ങോട്ട് ഗുണ്ടിൽപേട്ടയ്ക്ക് പോണ വഴിക്കാ. മുത്തങ്ങയിൽ നിന്ന് 3 കർണാടകയുടെയും കേരളത്തിന്റെയും അതിർത്തിയാ. അവിടെയാണ് രാത്രി അടയ്ക്കുന്നത്. 9 മണി കഴിഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യമില്ല. ആ അടയ്ക്കുന്നോട് ആന നേരത്തെ സൂചിപ്പിച്ചു, എത്ര പെട്ടെന്ന് സഞ്ചരിച്ച് വനത്തിന്റെ ഉള്ളിൽ കൂടെ 10, 15, 20 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇത് തിരുനെല്ലിയിലും അതുപോലെ തന്നെ പയ്യമ്പള്ളിയിലും എത്തിച്ചേരുകയാണ്. ഇവരുടെ ഇതായത് അവിടുന്ന് പിടിക്കുന്ന ആന ഇവിടെ കൊണ്ടുവിടുന്നു. ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ആനകളാണ്. ഇതൊക്കെ ഉപദ്രവകാരാണെന്നും റേഡിയോ കോളർ ഘടിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും അത് ഉപദ്രവകാരികളായിട്ടുള്ള ആയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കും. എന്നിട്ട് പോലും ഈ അതിർത്തിയിൽ കൊണ്ടുവിട്ട് ഇവിടുത്തെ കർണാടക വനം വകുപ്പ്, കേരള വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പത്രസമ്മേളനം നടത്തി സൂചിപ്പിച്ചില്ല, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭീഷണിയായുണ്ട്. പക്ഷെ അവരെന്താണ്, അതൊന്നും അവർ ഗവനിക്കുന്നില്ല. അവർ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് മാത്രം മുന്നോട്ട് ചാടി വീഴുക എന്നല്ലാതെ പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു നടപടികളുമായിട്ട് അധികാരികൾ പോകുന്നില്ല. വന നിയമമൊക്കെ മാറ്റി എഴുതണം. എന്തുകൊണ്ട് കേന്ദ്രം സംസ്ഥാനം ഇതൊന്നും ചെയ്യുന്നില്ല? ഇതൊന്നും കാണുന്നില്ല ഇവര്. ഇനിയും കാണട്ടെ. ഇത് എത്ര കാലമായി മനുഷ്യർ വയനാട് സംസ്ഥാനത്തിരിക്കുന്ന മലയോര ഏത് മേഖല എടുത്തു നോക്ക്, തൃശ്ശൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ ഏത് എടുത്തു നോക്ക്, വന്യമൃഗങ്ങളുടെ ഇതിന് പരിരക്ഷ നൽകേണ്ട അധികാരികളെ ഇവിടെ നോക്കി നിൽക്കുന്ന സാഹചര്യം. അതിന് നടക്കണം. കർഷകരാണ് മാറ്റം വരുത്തും. അതിനുള്ള നടപടികൾ. ഞാൻ തിരിച്ചു വരാം. ഫാദർ ജോൺസൺ പാലപ്പള്ളി, നമ്മൾ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ വളരെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ കർഷകനായ ശ്രീ ജ്യോതിഷോപ്പം തന്നെ കർഷക സംഘടനയുടെ നേതാവ് ശ്രീ ജോയും സൂചിപ്പിച്ചു. വളരെ ദാരുണമാണ്, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ വനപ്രദേശവുമായി അതിർത്തി പങ്കിടുന്ന മേഖലകൾ, കേരളത്തിലെ മേഖലകൾ കടന്നു പോകുന്നത്. അത് തീർച്ചയായും ബാധിക്കുന്നത് ഈ കർഷകരെയാണ്. അപ്പോൾ നമ്മൾ നിശബ്ദമായിട്ട് നാം നോക്കുമ്പോൾ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു കുടിയിറക്ക് പലപ്പോഴും മലയോര മേഖലകളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി വീടുകൾ അല്ലെങ്കിൽ നിരവധി സ്ഥലങ്ങളൊക്കെ അനാഥമാക്കപ്പെടുന്നു. അത് വനം അത് കയ്യേറുന്നു. അത് കാലക്രമേണ അത് വനഭൂമിയായി മാറുന്നു. അപ്പോൾ ഈ മലയോര മേഖലകളിൽ നിന്ന് ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ നിന്നും കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി കുടിയേറിയ കുടുംബങ്ങൾ തിരികെ ഈ മലയോര മേഖലകളിൽ നിന്നും വനപ്രദേശത്തു നിന്നും നമ്മുടെ ഈ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ വരുന്നു. കാർഷിക മേഖല, കാർഷിക ഭൂമി, ആ വിസ്തൃതി അത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലായ്മയോടെ ഈ വനംവകുപ്പും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ ഒരു ഭാവി ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട്? ഒപ്പം തന്നെ അത് നൽകുന്ന സൂചന എന്താണ്? ഫാദർ ജോൺസൺ പാലപ്പള്ളി സേമി. ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ വൈദികനായതിനു ശേഷം ആദ്യമായിട്ട് ഒരു വികാരിയായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഇടുക്കിയിലെ കൈതപ്പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അവിടുത്തെ ഒരു പ്രത്യേകത, അത് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. ഞാനവിടെ ചെല്ലുമ്പോൾ കൈതപ്പാറ എന്ന് പറയുന്ന ഇടവകയില് ഏകദേശം 65ഓളം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ബാക്കിയാവുന്നത് വെറും ഒരേ ഒരു കുടുംബം മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇപ്പോൾ കൈതപ്പാറ എന്ന് പറയുന്ന ആ പ്രദേശത്തെ വനം വിഴുങ്ങുകയാണ്. ഇനിയിപ്പോൾ 1, 2, 3 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ കൈതപ്പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമം കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ്. ഈ കൈതപ്പാറ എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്ത് ജനങ്ങൾ കയ്യേറിയതല്ല.
1957 വ്യാപകമായ പട്ടിണി ഉണ്ടായപ്പോൾ ഗ്രോമോ ഫുഡ് പ്രൊജക്ട് പ്രകാരം സർക്കാർ തന്നെ അവിടെ ജനങ്ങളെ കുടിയിരുത്തിയതാണ്. എന്നിട്ട് അവരെ കയ്യേറ്റക്കാരാണ് എന്ന് ഇപ്പോൾ അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ തുകയൊക്കെ കൊടുത്ത് 7 ലക്ഷം രൂപയുടെ പല ഗഡുക്കളൊക്കെ കൊടുത്ത് അവരെ ആദ്യത്തെ ഗഡു മാത്രമേ പലർക്കും കിട്ടിയുള്ളൂ, അവർക്ക് അത് കൊടുത്തിട്ട് അവരെ അവിടെ നിന്ന് കുടിയിറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് റിവേഴ്സ് മൈഗ്രേഷൻ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് 1950-60 കാലഘട്ടത്തിലൊക്കെ നടന്ന മൈഗ്രേഷൻ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ ആയിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതുതലമുറയൊക്കെ ഈ ഇതിൽ നിന്ന് നമ്മുടെ കൃഷിഭൂമിയൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും പട്ടണപ്രദേശങ്ങളിലേക്ക് വരാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ സംഭവിക്കുന്നതാണ്, കൃഷിഭൂമിയുടെ കൃഷിഭൂമിയുടെ അളവ് കുറയുന്നു, കാർഷിക ഉൽപ്പന്നങ്ങളുടെ അളവ് കുറയുന്നു. നമുക്ക് വീണ്ടും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയിരിക്കേണ്ട, ചോറുണ്ണാനായിട്ടും പച്ചക്കറിക്ക് വേണ്ടിയിട്ടും ഒക്കെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുന്ന വലിയ ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, പാരിസ്ഥിതിക പ്രശ്നം കൂടി എല്ലാം കൂടെ ഉണ്ട്. കാരണം അഭിസൃദ്ധരായ നമ്മുടെ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ തന്നെ ഇത് വളരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഞാൻ ഇടുക്കിയിലെക്കാരനാണ്, ഇടുക്കിയിലെ കർഷകരെയൊക്കെ ഒരു കയ്യേറ്റക്കാരായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. പക്ഷെ അറിയണം, കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ അവിടെ സമർത്ഥമായ കൃഷി ഉണ്ടായിരുന്നു. ഉദാഹരണം പറയാൻ 1822 തിരുവിതാംകൂർ മഹാറാണി ഏലം കൃഷി ചെയ്യാനായിട്ട് കർഷകരെ അങ്ങോട്ട് ക്ഷണിച്ചതാണ്. അത് മാത്രമല്ല 1865 ഉണ്ടാക്കിയ ഗ്രാന്റ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി കാപ്പി തേയില തോട്ടങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ 1897 കാർഡമം ഹിൽ റിസർവ് രാജവിളംബത്തിലൂടെ ഇടുക്കി ജില്ലയിൽ 15,000-ഓളം ഏക്കർ സ്ഥലത്ത് വിവിധ രീതിയിൽ ഏലകൃഷി ആരംഭിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, വയനാട്ടിലേക്ക് കുടിയേറ്റ പ്രോത്സാഹിപ്പിക്കാനായിട്ട് 1943 വയനാട് കോളനൈസേഷൻ സ്കീം എന്ന പേരിൽ യുദ്ധസേവനം കഴിഞ്ഞ് മടങ്ങിയ പട്ടാളക്കാർക്ക് വയനാട്ടിൽ കൃഷി ചെയ്യാനായിട്ട് ഭൂമി സൗജന്യമായി നൽകി. പിന്നെ 1954-60 കാലഘട്ടത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേർതിരിച്ചപ്പോൾ ദേവികുളവും ഉടുമ്പൻചോലയും ഒക്കെ കേരളത്തിന്റെ ഭാഗമായി നിലനിർത്താനായിട്ട് കൂടുതൽ കർഷകരെ ഇടുക്കിയിലേക്ക് സർക്കാർ തന്നെ ബന്ധപ്പെട്ടവർ തന്നെ അങ്ങോട്ടേക്ക് അയക്കാനുണ്ടായത്. പക്ഷെ സർക്കാരിന്റെ ഒത്താശയോടുകൂടി സർക്കാരിന്റെയും ബന്ധപ്പെട്ട ഭരണാധികാരികളുടെയും അനുഗ്രഹ ആശിസ്സുകളോടുകൂടി തന്നെ വയനാട് മേഖലയിലും ഇടുക്കി മേഖലയിലും ഒക്കെ കർഷകരെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കുടിയിരുത്തിയിട്ട് ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന ലേബല് അവരുടെ അധ്വാനത്തിനും യാതൊരു വിലയില്ല, അവരുടെ കഷ്ടപ്പാടിന് വിലയില്ല. അവർ അതിജീവിച്ച പട്ടിണിയും അതുപോലെ പേമാരിയും കാട്ടുമൃഗങ്ങളെയും ഒക്കെ അവരെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയെ വയനാട്ടിനെ ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും അധികം സുഗന്ധവ്യഞ്ജനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു നാടാക്കി മാറ്റിയെടുത്തതിനു ശേഷം ഇപ്പോൾ അവർ കുറ്റക്കാരായിട്ട് അവർ മുദ്ര കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതി പോയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വയനാടും ഇടുക്കിയും ഒക്കെ ഈ റിവേഴ്സ് മൈഗ്രേഷൻ പ്രോസസ് പ്രകാരം വനഭൂമിയാകാനായിട്ട് അധികം സമയം ആവശ്യമില്ല. അവർ കർഷകര് പോയില്ല എങ്കിൽ അവർ പോകാനായിട്ട് അവർ നിർബന്ധിക്കപ്പെടുകയാണ്. ഇപ്പോ എന്റെ വീട് കട്ടപ്പനയ്ക്ക് അടുത്ത് എട്ടാമൽ എന്ന സ്ഥലത്താണ്. അവിടെ ഒരു 3 കിലോമീറ്റർ അകലെ ഈ വാഴവര എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ വർഷം ഒരു കിണറ്റിലെ ഒരു കടുവ വന്ന് ചാടി. അപ്പോൾ പെരിയാർ കടുവാ സങ്കേതത്തിൽ നേരിട്ട് 40 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഈ കടുവ വന്ന് ചാടിയിരിക്കുന്നത്. പലർക്കും അത് സംശയമുണ്ട്, എങ്ങനെ അവിടെ കടുവ അവിടം വരെ എങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ അവിടെ കടുവ പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള കാരണം. ഇതുപോലെ പല സ്ഥലത്തും അപ്രതീക്ഷിതമായിട്ട് വന്യമൃഗങ്ങളും ഒക്കെ പെട്ടെന്ന് പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസം നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് മലയോര മേഖലയിലും കാർഷിക മേഖലയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളം ഒരു വനമായി തീരാനായിട്ടുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കൈതപ്പാറ എന്ന് പറയുന്ന ആ ഗ്രാമം ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. കൈതപ്പാറ പോലെ തന്നെ ഇടുക്കിയിലെ മാങ്കുളം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അതും ഇതുപോലെ തന്നെ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ വനം വളരുന്നു, കൃഷി കുറയുന്നു, കൃഷിഭൂമി കുറയുന്നു, കർഷകര് വഴിയാധാരമാകുന്നു എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കേണ്ട രാഷ്ട്രീയക്കാരാകട്ടെ അവര് ഇത് കൈയും കെട്ടി നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയും കർഷകന്റെ ജീവൻ കാട്ടുമൃഗങ്ങൾ കവർന്നെടുക്കുമ്പോൾ അവര് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തന്നെ അവരെ നിർനിമേഷരായി നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഞാൻ ഒരു കണക്കൂടെ പറയാം. 2014 കേരളത്തില് 147 വന്യജീവി ആക്രമണമാണ് ഉണ്ടായത്. 2015 ആയപ്പോഴേക്ക് 177 2016 ആയപ്പോഴേക്ക് 208 ഞാൻ പറയാം. 2023 കഴിഞ്ഞ വർഷം 720 വന്യജീവി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2014 അത് 147 എങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും 720 മടങ്ങ് വന്യജീവി ആക്രമണം നമ്മുടെ കേരളത്തിലേക്ക് 10 മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി. ഇനിയിപ്പം കർഷകനെ സംബന്ധിച്ചിടത്തോളം ജീവനാണ് വരുന്നത്. അപ്പൊ ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉണരുവോ ഇല്ലയോ എന്നുള്ള ഭീതിയിലാണ്
വയനാട്ടിലെയും മാനന്തവാടിയിലെയും ഇടുക്കിയിലെ ചില പ്രദേശങ്ങളിലൊക്കെ കർഷകർ കിടന്നുറങ്ങുന്നു. അത്രമാത്രം ഒരു അരക്ഷിതാവസ്ഥയിൽ കൂടെയാണ് കർഷകർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഇത്രമാത്രം ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കർഷകൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്കറിയാം. ഒരു സ്ഥലത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം, രണ്ടാമത്തത് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ഇടിവ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കൃഷി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ ഒരു കാരണവശാലും ഒരു ഭൂഷണമായിരിക്കുകയില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ ജ്യോതിഷ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ നഗരസഭാ പ്രദേശങ്ങളിലേക്ക് പോലും ഈ ആന കയറി വരുന്ന ഒരു സ്ഥിതിവിശേഷം, അത് തണ്ണീർക്കൊമ്പനായിക്കോട്ടെ ഏത് പേരിട്ട് വിളിച്ചാലും കാട്ടാന തന്നെയാണ് ആ പ്രദേശങ്ങളിലേക്കൊക്കെ കയറി വരുന്നത്. ഇപ്പം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ കർഷകർ കൃഷിഭൂമിയിൽ ഇറങ്ങാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വയനാട് എത്തുന്നു. ഈ രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാൻ മടിക്കുന്നോ അല്ലെങ്കിൽ പേടിക്കുന്ന വീട്ടമ്മമാർ, പ്രത്യേകിച്ച് ദേവാലയങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ഒക്കെ രാവിലെ പുലർച്ചെ ആരാധനയ്ക്കും മറ്റുമായി പോകുവാൻ പലരും മടിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് വയനാട്ടിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കർഷകരുടെ ഇപ്പോഴത്തെ ഒരു നില അല്ലെങ്കിൽ ഒരു അവസ്ഥ എത്രത്തോളം ഒരു ദാരുണമാണ് വയനാട്ടിൽ, ശ്രീ ജ്യോതിഷ്? ഈ പലരും പല മാധ്യമ ചർച്ചകളിലും ഒക്കെ സൂചിപ്പിക്കാറുണ്ട് ഈ കൃഷിഭൂമി ഉപേക്ഷിക്കുന്നു കർഷകർ എന്നൊക്കെ. അത് എത്രത്തോളം ഒരു വാസ്തവമാണ്? യഥാർത്ഥത്തിലുള്ള കർഷകരുടെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഒരു ശോചനീയമാണ് വയനാട്ടിൽ, പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട്, ശ്രീ ജ്യോതിഷ്? കർഷകരുടെ അവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം ഞാനിപ്പോ പറഞ്ഞുതരാം. അതായത് വയനാട്ടിലെ നെൽകൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരാണ് കൂടുതലും. ഈ ലാസ്റ്റ് ഡിസംബറിൽ നമ്മുടെ നഞ്ചകൃഷിയുടെ രണ്ടാം കൃഷി എന്നാണ് പറയുന്നത്, നഞ്ച പുഞ്ച 2 കൃഷിയാണുള്ളത്. പുഞ്ചകൃഷിക്ക് നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം കുറവായതുകൊണ്ട് നഞ്ചകൃഷി എല്ലാവരും ചെയ്തതാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സപ്ലൈകോ വഴി നമ്മൾ സാധാരണ നെല്ല് കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ സപ്ലൈകോയുടെ നമ്മുടെ നെല്ലിന്റെ വില വിതരണം ചെയ്യുന്ന കാലതാമസം 6-8 മാസങ്ങൾക്ക് ശേഷമാണ് ആ കർഷകൻ ആ നെല്ലിന്റെ വില കിട്ടിയത്. അതുകൊണ്ട് ഇത്തവണ കർഷകർക്ക് വയലിൽ നിന്ന് തന്നെ സ്വകാര്യ കമ്പനികൾ മാന്യമായ വില കൊടുത്ത് കർഷകന് ഒരു ദിവസം പോലും താമസമില്ലാതെ 24 മണിക്കൂറിനുള്ളിൽ വില നൽകിക്കൊണ്ട് കർഷകരുടെ ഒരു 95% കർഷകരുടെ നെല്ലും സ്വകാര്യ കമ്പനികളാണ് കൊണ്ടുപോയത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സാഹചര്യം? സർക്കാരിന് ഫണ്ടില്ലാഞ്ഞിട്ടോ കൊടുക്കാൻ സാധിക്കില്ലാഞ്ഞിട്ടോ അല്ല, മനഃപൂർവ്വം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഇല്ലാണ്ടാക്കാനുള്ള ഒരു തീരുമാനമാണ് എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ വന അതിർത്തിയുടെ കാര്യം പറഞ്ഞു. വനം അതിർത്തിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ ഈ വനാതിർത്തി നിർണ്ണയിക്കുന്ന നമ്മുടെ സർവേ കല്ല് പോലെ ജെണ്ട എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കരിങ്കല്ല് ഉപയോഗിച്ച് കെട്ടുന്ന വളരെ വലുപ്പമുള്ള അതിർത്തിയാണുള്ളത്. അത് എല്ലാ വർഷവും കൃത്യമായി വനം വകുപ്പിന്റെ സർവേയർ ടീമുമായി വന്ന് ജെണ്ട സ്ഥാനത്ത് തന്നെ ഉണ്ടോ, മാറിയിട്ടുണ്ടോ എന്ന് നോക്കും. പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൃഷിക്കാരന്റെ കൃഷിയിടത്തിലേക്ക് കയറ്റിയിടും. ആ ഒരു സാഹചര്യമാണുള്ളത്. മൂന്നാമത്തെ കാര്യം, തോൽപ്പെട്ടി മുതൽ ബാവലി വരെയുള്ള ആ കർണാടക അതിർത്തി പങ്കിടുന്ന വനപ്രദേശം എന്തുകൊണ്ട് വനവും നാട്ടിൻപുറവുമായി വേർതിരിക്കുന്ന പോലെ ഇതര സംസ്ഥാനത്തിലെ വനാതിർത്തിയുമായി എന്തുകൊണ്ട് വേർതിരിക്കുന്നില്ല? ഈ പറയുന്ന കർണാടകത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മൃഗങ്ങള് നമ്മുടെ കാട്ടിലേക്ക് വന്നിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുന്നു. എന്തുകൊണ്ട് വേർതിരിക്കുന്നില്ല? ഇവിടുത്തെ ആന കർണാടകത്തിൽ പോയാൽ കർണാടകക്കാർ പറയും അവിടുത്തെ ആന ഇങ്ങോട്ട് വന്നതിന്. തിരിച്ച് ഇപ്പൊ കുറുവാദ്വീപിലെ അവസ്ഥ ഞാൻ പറയാം. ഈ അജിയേട്ടൻ മരിച്ചതിന്റെ സമീപ പ്രദേശത്താണ് കുറുവാദ്വീപ് ഉള്ളത്. 14ഓളം ആനകൾ കര സൈഡിൽ തന്നെ കബനി നദിയിൽ ഇറങ്ങി ദിവസവും ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയാണെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, നെൽകൃഷിയിൽ ഒരു ആന ഇറങ്ങിയാൽ അതിന് കിട്ടുന്ന നഷ്ടപരിഹാരം വളരെ തുച്ഛമായ നഷ്ടപരിഹാരമാണ്. ഒരു കൃഷിയുടെ പ്രാരംഭ അവസ്ഥയിൽ നമ്മൾ ചിലവഴിക്കുന്ന തുക പോലും വിളവെടുക്കാറായ നെൽകൃഷി നശിപ്പിച്ചാൽ കർഷകന് ലഭിക്കുന്നില്ല. രണ്ടാമത്, വാഴയാണേലും തെങ്ങാണേലും നമ്മളൊരു അപേക്ഷ വെച്ചാൽ ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു ഓരോ നമ്മുടെ സമീപത്തുള്ള കർഷകർ കൃഷിനാശത്തിന് വനം വകുപ്പിന്റെ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലേ? ഇതേവരെ ഒരു ഫണ്ടും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് കുറുക്കുംമൂല കടുവ 22 ദിവസം കുറുക്കുംമൂല പടമല ചാലിക്കത്ത ഏരിയയിലെ ജനങ്ങളുടെ ജനജീവിതം താറുമാറാക്കിയ കുറുക്കുംമൂല കടുവ നമ്മുടെ ലോക പ്രശസ്തമായതാണ്. ആ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൃഗങ്ങളുടെ നഷ്ടപരിഹാരം അത് കൊടുക്കാൻ തന്നെ വർഷങ്ങളോളം എടുത്തു. ഇപ്പോഴും കിട്ടാത്തവരുണ്ട്. അതിന് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇതേവരെ സർക്കാർ തയ്യാറായിട്ടില്ല. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ നമ്മുടെ സാഹചര്യം ഗവൺമെന്റിനെ ബോധിപ്പിക്കാത്തത് കൊണ്ടാണോ, അതോ ഗവൺമെന്റ് നമ്മളെ അംഗീകരിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ വയനാടൻ ജനത ഇതേപോലെ ദുസ്സഹമായ സാഹചര്യത്തിൽ ജീവിച്ച് ഈ നാടിട്ട് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകട്ടെ എന്ന കാഴ്ചപ്പാടുകൊണ്ടാണോ എന്നറിയില്ല.
ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇപ്പോ നമുക്ക് വയനാട്ടിൽ സ്ഥലത്തിന് വളരെ വില കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. നമ്മുടെ വേൾഡ് ലെവലിൽ ഒരു ന്യൂസ് വന്നിരുന്നതാണ്, ലോകത്തിലെ 9ാമത്തെ ഏറ്റവും ചീഫസ്റ്റ് ആൻഡ് സേഫസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് വയനാട് എന്നൊരു ന്യൂസ് നമ്മളിടയ്ക്ക് വായിച്ചതാണ്. ആ സാഹചര്യം വന്നപ്പോൾ തന്നെ വയനാട്ടിലെ ഭൂമിക്ക് വിലയ്ക്ക് ഒരു മാറ്റം വന്നിരുന്നു. നമ്മുടെ സാധാരണക്കാരായ കർഷകർക്ക് അവരുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്കോ ഒരു അല്പ സ്ഥലം കൊടുത്താൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതിനെ തകിടം മറിക്കാൻ വേണ്ടി ഭൂമാഫിയകൾ ഉൾപ്പെട്ട് ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതാണ്. വനാതിർത്തിയോട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇനി ഒരു കച്ചവടമോ ഒരു അത്യാവശ്യ കാര്യത്തിന്, ഒരു ആശുപത്രി ആവശ്യത്തിനോ അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിനോ പഠന ആവശ്യത്തിനോ സ്ഥലം വിറ്റിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് ഒരു കർഷകനോ ഒരു നിർധന കുടുംബമോ ആഗ്രഹിച്ചാൽ നടക്കില്ല. തുച്ഛമായ വിലയ്ക്ക് ഭൂമാഫിയ ഈ സ്ഥലം കൈയടക്കും. അവരെ പറഞ്ഞു ബോധിപ്പിക്കുകയാണ്, ഈ നിങ്ങളുടെ നാട് കടുവയുടെയും ആനയുടെയും നാടാണ്, ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത നാടാണ്, അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം ആരും വാങ്ങാൻ വരില്ല, നിങ്ങൾക്ക് ഈ വില ഞാൻ നൽകാം, ഇത് സ്വർണത്തിന്റെ വിലയാണ്, ഇത് സ്വീകരിച്ച് നിങ്ങൾ ഈ സ്ഥലം ഞങ്ങൾക്ക് കൈമാറണമെന്ന് ഭൂമാഫിയ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. പിന്നെ ഈ പടമല ചാലികത്ത ഭാഗത്തുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം സ്ഥിരമായുള്ളതാണ്. റോഡിന്റെ മുകൾ ഭാഗത്ത് നിന്നും വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ഭാഗം, വജിയേട്ടന്റെ കുന്നിന്റെ മറുവശം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വരുന്ന മാന്, പന്നി, കാട്ടുപോത്ത്, അതേപോലെ ആന തുടങ്ങിയ മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച അപകടങ്ങളുടെ നഷ്ടപരിഹാരം ലഭിക്കില്ല, അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഒട്ടുമിക്ക ദൈനംദിന ജീവിതത്തിനായി വാഹനം ഓടിക്കുന്ന ആൾക്കാരും സ്വന്തം ചിലവിൽ റിപ്പയർ ചെയ്ത് ഓടിക്കുകയാണ്. എത്രയോ ബൈക്ക് അപകടങ്ങൾ, എത്രയോ ഓട്ടോകൾ ഈ വാഹനങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പല സാഹചര്യങ്ങളിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത സാഹചര്യം. ഇപ്പോ ഈ കടുവയുടെ ആക്രമണം, കടുവ പലരും പറയും ഈ കടുവ എവിടെ നിന്ന് വന്നു എന്ന്. കഴിഞ്ഞ 4 ദിവസമായി തൃശ്ശിലേരി 54 പറഞ്ഞ സ്ഥലങ്ങളിൽ സ്ഥിരമായി ഈ കടുവ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. വനം വകുപ്പ് അത് ഏത് കടുവയാണെന്നോ ഇത് എവിടെ നിന്ന് വന്നുവെന്നോ അതിനെ അന്വേഷിക്കാനോ അതിനെ പിടികൂടാനുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. ആ ചേച്ചിയുടെ ഭാഗ്യത്തിന്റെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഭാഗ്യത്തിന്റെയോ കടുവ ആ ചേച്ചിയെ ഒഴിവാക്കി പോയതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇനിയൊരു സാഹചര്യം ഈ വയനാട്ടിൽ അല്ലെങ്കിൽ ഈ പടമല ചാലികത്ത പ്രദേശത്ത് ഇനിയൊരു സാഹചര്യം ഉണ്ടായാൽ പൊതുജനം വെറുതെ ഇരിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒരു സംഘടനകളുടെയോ സമ്മർദ്ദമോ ഇടപെടലോ ഈ ദിവസങ്ങളിൽ കാണിച്ച ആ ആർജവും ഐക്യവും ഞങ്ങൾ തുടരും. ഒരു പക്ഷേ ഞങ്ങളിൽ ആരെങ്കിലും ഇല്ലാതായേക്കാം, പക്ഷെ വരും തലമുറയുടെ ജീവിതം ഞങ്ങൾ സുരക്ഷിതമാക്കുമെന്ന് ഞങ്ങൾ നിർബന്ധമായിട്ട് പറയുകയാണ്, ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. കാരണം ഈ വന്യമൃഗങ്ങൾ കാട്ടിലുള്ളത് ഓക്കെ, ഞങ്ങൾ സമ്മതിക്കാം, കാട്ടിൽ വന്യമൃഗം കടന്നു ഉത്തരവാദിത്തം വനം വകുപ്പിനെ. ഇപ്പൊ കാട്ടിക്കുളം ഞാൻ ഒരു ചെറിയ വിഷയത്തിൽ കൂടെ പറയാം. കാട്ടിക്കുളം ബേഗൂർ സെക്ഷന്റെ ഒരു വാഹനം കാട്ടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷനിലുണ്ട്. ആ വാഹനത്തിന് ഡീസൽ അടിക്കുന്നതിന്റെ ഒരു ചെറിയൊരു കണക്ക് പറയാം. കാട്ടിക്കുളത്തിൽ 2 പെട്രോൾ പമ്പുകളാണുള്ളത്. അതിർത്തി സംസ്ഥാനമായതുകൊണ്ട് അതിർത്തി പങ്കിടുന്നതുകൊണ്ട് ഡീസൽ പമ്പുകൾക്ക് ഒത്തിരി പ്രാധാന്യമില്ലാതെ, കാരണം കർണാടകത്തിൽ നമ്മളെക്കാളും വില കുറവുള്ളതുകൊണ്ട് 2 പമ്പുകളേ ഉള്ളൂ. ആ 2 പമ്പിൽ നിന്നും കാട്ടിക്കുളത്തെ വാഹനത്തിന് ഡീസൽ നൽകില്ല. കാരണം കുടിശ്ശിക അത്രയാണ്. ഈ ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥന്റെ സുഹൃത്ത് ബന്ധം ഉപയോഗിച്ച് മാനന്തവാടിയിൽ നിന്നും എണ്ണ അടിച്ചതിന്റെ 1,70,000 സംതിങ് രൂപ അവർക്ക് കടമായിരിക്കുകയാണ്. ഇപ്പോൾ കാട്ടിക്കുളത്തെ നിലവിലെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ആ വാഹനം കൊണ്ട് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ സ്വന്തം കേസിൽ നിന്ന് എണ്ണ അടിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എങ്ങനെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ സംരക്ഷിക്കുന്നത്? ഓക്കെ. യെസ്, വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ തന്നെയാണ് ശ്രീ ജ്യോതിഷ് ആ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. കർഷകരുടെയും പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് ഇനിയും ഭരണകൂടങ്ങൾ നിയമ സംവിധാനങ്ങളൊക്കെ മുഖം തിരിച്ചു നിന്നാൽ ഈ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് കർഷക ജനത തയ്യാറെടുക്കും എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് കർഷക സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മനുഷ്യജീവനും പൊലിയാതിരിക്കട്ടെ, അതിനുള്ള ശക്തമായിട്ടുള്ള ആർജവമുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. ഈ വയനാടിനെ പ്രത്യേകിച്ച് ഈ വനപ്രദേശവുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളെ ഈ കാടാക്കി മാറ്റുവാനുള്ള നിഗൂഢ അജണ്ടകളെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരു ആർജവം, അല്ലെങ്കിൽ അതിനെ തകർക്കുവാനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോൺസൺ പാലപ്പള്ളി, ശ്രീ CMA, ഒപ്പം തന്നെ ശ്രീ ജ്യോതിഷ്, ഒപ്പം തന്നെ ശ്രീ ജോയ്, 3 പേർക്കും നന്ദി.